റഹീം. ഇലാഹി സ്മരണയുടെ പാലാരിൽ നിധി തുടിക്കുന്ന സൂഫിയാക്കൾ എക്കാലത്തും സൂഫിയാക്കൾ അനുവർത്തിച്ചു വരുന്ന കാര്യമാണല്ലോ വൈകേടത്തിലായി പോകുന്ന സമൂഹത്തെ സതുപദേശ ചികിത്സ നടത്തുക എന്നുള്ളത്. അത്തരത്തിലുള്ള അബ്ദുൽ ഖാദിർ ഇസ്ലാമസ്താങ്ങളുടെ ആത്മീയനുടകത്തിൽ ചാലിച്ച ഒരു വിരുദ്ധത്തിൽ നിന്ന് ഒരൽപ്പം നമുക്ക് കേട്ടു നോക്കാം ഇൻഷാ അല്ലാഹ്. വലിയ തിന്മകൾ ചെയ്ത് നിത്യവും നീ എൻ്റെ ജീവിതം നാശത്തിലാക്കിയല്ലോ മനുഷ്യ. വമ്പടുക്കുവോർബലം നിന്റെ വമ്പത്തരവും ഗർവുമെല്ലാം മൗത്തതോടടുക്കലാ മരണം വരെ മാത്രമായിരിക്കുമെന്ന് നീ ഓർക്കണേ. വൻപിഴை ചുമന്ത് പേർകളൊക്കെയും ഹലാക്കിലായി വമ്പടുക്കുവോർവലം മൗത്തതോടടുക്കലായി. വൻപിഴை ചുമന്ത് പേർകളൊക്കെയും ഹലാക്കിലായി വമ്പടുക്കുവോർവലം മൗത്തതോടടുക്കലായി. താണു താണു തൗബ കൊണ്ട് തമ്പുരാനിൽ തേട് നീ. താണു താണു തൗബ കൊണ്ട് തമ്പുരാനിൽ തേട് നീ. താൻ സുനൂബ് ചുറ്റിയ ഹിജാബിനാലും ഗാഫിലാൻ. താൻ സുനൂബ് ചുറ്റിയ ഹിജാബിനാലും ഗാഫിലാൻ. താണു താണു തൗബ കൊണ്ട് തമ്പുരാനിൽ തേട് നീ. താണു താണു തൗബ കൊണ്ട് തമ്പുരാനിൽ തേട് നീ. വൻപിഴை ചുമന്ത് വൻപിഴை ചുമന്ത് പേർകളൊക്കെയും ഹലാക്കിലായി വമ്പടുക്കുവോർബലം മൗത്തതോടടുക്കലാ. ചെയ്തു പോയ തിന്മകളുടെ കാഠിന്യത്താൽ നിന്റെ ഹൃദയം കറുത്തിരണ്ട് നന്മയിലേക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാതെ നീ ഓഫിലായിരിക്കുകയാണ്, നീ അശ്രദ്ധവാനായിരിക്കുകയാണ്. അതുകൊണ്ട് മോനെ, നിന്റെ ജീവിതം നാദിനിലേക്ക് താണ് കേണ് തൗബ ചെയ്ത് മടങ്ങിക്കോ എന്നാണ് ഇച്ഛ നമ്മോട് പറയുന്നത്. പൊന്ന് വെള്ളി രത്നവും ഫലം പിടിത്തിടാത്ത നാൾ. പൊന്ന് വെള്ളി രത്നവും ഫലം പിടിത്തിടാത്ത നാൾ. അണ്ണை തந்த പിള്ളകൾ ഉദക്കമറ്റ മൗത്ത് നാൾ. അന്ന തந்த പിള്ളകൾ ഉദക്കമറ്റ മൗത്ത് നാൾ. വൻപിഴை ചുമന്ത് വൻപിഴை ചുമന്ത് പേർകളൊക്കെയും ഹലാക്കിലായി വമ്പടുക്കുവോർബലം മൗത്തതോടടുക്കലാ. വിശുദ്ധ ഖുർആനിൽ ഉദ്ധരിക്കപ്പെട്ടതുപോലെ യൗമലാ യൻഫഉ മാലും വലാ ബനൂൻ, അന്നേ ദിവസം എന്ത് തന്നെ ദണ്ഡം ചെയ്താലും ഉപകരിക്കാത്ത ആ അന്ത്യനാളിൽ അണ്ണൈ തந்த പിള്ളകൾ അഥവാ നിന്റെ സന്താനങ്ങൾ, നിന്റെ സഹോദരങ്ങൾ, നിന്റെ രക്ഷിതാക്കൾ ആരും തന്നെ നിനക്ക് ഉദക്കം ചെയ്യുകയില്ല, നിനക്ക് ഉപകാരം ചെയ്യുകയില്ല. അതുകൊണ്ട് മോനെ, നിന്റെ നാദിനിലേക്ക് താണ് കേണ് തൗബ ചെയ്ത് മടങ്ങിക്കോ എന്നാണ് ഇച്ഛ നമ്മോട് പറയുന്നത്. അങ്ങനെ ഉപദേശിച്ചവർ അല്ലാഹുവിന്റെ സത്യ സൽപാന്താവിലേക്ക് നടന്നീങ്ങുമ്പോൾ അവരെ മുന്നിൽ നിന്ന് കരം പിടിക്കുന്നത് സത്യ സർവ സമാനങ്ങൾക്ക് മുമ്പേ പിറവിയെടുത്ത സത്യ സാന്ത്വന തീരമായ ഹബീബായ തങ്ങളവർകളാണ്. ഹബീബായ തങ്ങളെ കുറിച്ചുകൊണ്ടുള്ള ഇച്ചയുടെ മറ്റൊരു വിരുദ്ധത്തിൽ നിന്ന് ഒരൽപ്പം നമുക്ക് കേട്ടു നോക്കാം. സുൽത്താനിയത്ത് പല രാജാംഗമുള്ള നില, സിറിന് സിറ് പെരുമാ. സുൽത്താനിയത്ത് പല രാജാംഗമുള്ള നില, സിറിന് സിറ് പെരുമാ. സുബ്ഹാനവന്റെ മറ നീക്കി പടച്ച തടി സർദാർ ഇമാം റഹ്മാൻ. സർദാർ ഇമാം രഹസ്യമാണ് ഹബീബായ തങ്ങളെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇച്ഛ തുടങ്ങുന്നത്. മാത്രമല്ല സുബ്ഹാനയ അല്ലാഹുവിന്റെയും അവന്റെ സൃഷ്ടികളുടെയും ഇടയിൽ 70,000 നൂറാനത്തുള്ള മറകളുണ്ട്. ആ മറകളെല്ലാം കടന്നുകൊണ്ട് ഒരു കാബ് കൗസേന അഥവാ ഒരു അമ്പും വില്ലും എത്രമേൽ അടുത്ത് നിൽക്കുന്നുവോ അത്രമേൽ അല്ലാഹുവിന്റെ സമീപം ഏറ്റുവാങ്ങിയ ഹബീബായ തങ്ങളെ കുറിച്ചാണ് ഇച്ഛ നമ്മോട് പറയുന്നത്. സർദാർ ഇമാം റഹ്മാൻ കൽബണ്ടവൻ ബലാദിൽ അതിഭാഷ
ബക്ഷിജാതനം വാരിക്കൊടുക്കും കൽബാണ് ഒരു മനുഷ്യന്റെ സാമ്രാജ്യം. അത് നന്നായാൽ എല്ലാം നന്നാകും, അത് മോശമായാലോ വിപരീത ഫലവും ചെയ്യും. ആ കൽബെന്ന സാമ്രാജ്യത്തിൽ എല്ലാ രാജാക്കന്മാർക്കും ധനം നൽകുന്നത് ഹബീബായ തങ്ങളാണ്. ധനം എന്ന് പറയുന്നത് അറിവും നിറിവും ആത്മീയതയുമാണ്. ആ അറിവ് നൽകുന്ന ദർബാറിനെ കുറിച്ചാണ് ഇച്ച നമ്മോട് പറയുന്നത്. കൽബണ്ടവൻ ബലദിൽ അതിബാദിശാക്ക് ധനം വാരിക്കൊടുക്കും ദർബാവാനം പറന്ന തടി ബദറുൽ മുഹീത്തതിലും ബഹദൂർ രാജ ഉലമാ ബഹദൂർ